ഓട്ടോ കിട്ടിയതിന് ശേഷം ചേട്ടാ നേരെ വിടട്ടോ ചേട്ടോ. പൂച്ചിനെ കിട്ടോ? ഓക്കെ പൂച്ചനൊക്കെല്ലേ ആണ്ടൂരിനെ പോണ്ട്. എന്തിനാടാ? അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ്. കേട്ടില്ല, ഇന്നലെ ഏതോ ഗ്രേവി ആയിട്ടെന്ന് വെച്ചാൽ മരിച്ചിട്ടില്ല ഒരാളെ. അയാളെ വീട്ടിലേക്ക് പോരാ. അങ്ങോട്ടാണോ? ഏത് പ്രേമം അങ്ങനെ എന്തോന്നാണ് പിടിച്ചെന്നാണ് എല്ലാരും പറയുന്നുണ്ട്. എന്തായാലും സൂക്ഷിക്കണ നല്ലതാട്ടോ. അതാവാനും സാധ്യതയുണ്ട്. ചിലപ്പോ അതാണ് സാധ്യതയില്ല. ബൈക്കൂടെ കൊണ്ട് ഏത് വണ്ടി ഇടിച്ചിട്ടിട്ട് ഓടി വണ്ടി കൊണ്ടുപോയതേക്കാരോ അതേക്കാരോ. അതാവാനും സാധ്യതയുണ്ട്. ഇങ്ങോട്ടല്ലേ ഞാൻ പുറത്തേക്ക് വയ്യൊന്നും എനിക്ക് കാണുന്നില്ല. ഇങ്ങോട്ട് തന്നെ അല്ലേ? ഇങ്ങോട്ട് തന്നെ ചേട്ടാ, ഇങ്ങോട്ട് തന്നെ. നേരെ എന്നിട്ട് ലെഫ്റ്റ് കിട്ടും. ലെഫ്റ്റ് കുറച്ചും കൂടി പോയിട്ട് ലെഫ്റ്റ് ഇട്ടു. ഇപ്പൊ തന്നെ വേണ്ട. ലെഫ്റ്റ് ഇത് പറഞ്ഞാൽ മതി, ഞാൻ ഓട്ടിക്കോളാം. ചേട്ടാ നേരെ പോ. ഒരു മുന്നിൽ വീടുണ്ടോ വലിയത്? അതാണ്. ഇതല്ലേ ഇവിടെ അടുത്തല്ലേ? വേഗം അവന് ഇവിടെ ഉണ്ടാവും നോക്കട്ടെ. ചേച്ചി ഇരിക്കേ. എനിക്ക് വെക്കാം. എൻ്റെ റൂമിലോട്ട് പോയാലോ? ചേച്ചി ഇവിടെ ആയില്ലേ? എൻ്റെ റൂമിലോട്ട് പോയാക്കട്ടെ. ഈ ഇപ്പനോട് എടാ മാക്സിമേ. ഹലോ മരിച്ചിരിക്കണടാ. മറന്ന് മുന്നിവിടെ തെളിയിക്കാൻ വേണ്ടിട്ട് പോയതല്ല. അപ്പൊ ഞാൻ നേരെ ഗ്രേവി ആയിട്ട് കിടണല്ലേ. അതാണ് ചേട്ടാ, ഗ്രേവി ആയിട്ട് കിട്ടോ? എന്ത് ഗ്രേവിക്കാ? ആണ്ടൊന്നും പോയിട്ടില്ലല്ലോ. അവിടെ മൊത്തം സീനല്ലേ. അവിടെ പോയാൽ എന്തെങ്കിലും പ്രശ്നം പറ്റും. വലിയ കാരണമായില്ലോ. ഞാൻ ഒന്നില്ല ചേട്ടാ. വേർത്തേക്ക് ഒരു കോള് വന്ന്. ഒറ്റ മിനിറ്റ്. ഹലോ. ഹലോ, ഞാൻ മാക്സിന്റെ അമ്മയാണ്. താലോക്കല്ലേ? ലോക്കാണ്. ഇന്ത്യ. എടാ, ഞാൻ ഗ്രേവി ആയിട്ടില്ലാട്ടോ. ഇങ്ങോട്ടാണ് പോര്. അവനവിടെയാണ് മറവ് ചെയ്ത്. ഓക്കെ ശരി. അവന് ഗ്രേവി ആയിട്ടൊന്ന് മറവ് ചെയ്തു. അങ്ങോട്ട് വരാണ്. ചേട്ടാ ഗ്രേവി ആയിട്ട് കിട്ടോ? ടിപ്പ് വേണേൽ തരാം. ടിപ്പ് കുറച്ചുണ്ടാവും. ഒരു 100 ടിപ്പ് വേണം. ചേട്ടാ ഇവിടെ തന്നെയാണ്. കുറച്ചങ്ങോട്ട് പോവാ. അത്ര ഇവിടെ തന്നെയാണെന്ന് എനിക്കൊക്കെ അറിയാം. ജീനോടൊന്നും വേണ്ട. ആയിക്കോട്ടെ. നേരെ വിട്. വേർത്തിക്കോ. എന്നാജ് ഇറങ്ങിക്കോ, ഞാൻ ഒന്നാണ്ട് പോവാണ്. ശരി ചേട്ടാ. എത്ര രൂപയാ? 250. ശരി ചേട്ടാ. പിന്നെ ആരാ? ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ആണെന്നല്ലേ പറഞ്ഞു. ഇതാണോ? ഇതല്ല. ഇങ്ങോട്ടുണ്ടോ? ഇവിടെ പുതിയതൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടോ? ഇതൊക്കെ ഇത് തന്നെ. ഇവിടെ മച്ചാ നിന്നെ രക്ഷിക്കാൻ പറ്റിയടാ. ഇന്നലെ രാത്രി എന്തോ നടന്നെന്ന് പോലും അറിയില്ല. ആരോ കാണണമെന്ന് അറിഞ്ഞു. ആരാന്നൊന്നും അറിയില്ല അച്ഛാ. സോറി അച്ഛാ. മോനെ ഇങ്ങോട്ട് നോക്കൂ. ഇവിടെയാ? സ്വാമിജി. എന്താണ് മോനെ നിന്റെ പ്രശ്നം? സ്വാമിജി, ഇന്നലെ തൊട്ട് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതെങ്ങനെ മാറ്റാൻ പറ്റുമോ? അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ശരിയാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സ്വാമിജി. എന്താ അറിയോ? ഇന്നലെ രാത്രി തൊട്ട് ഒരു യക്ഷി എന്ന് പറഞ്ഞ ഒരു യക്ഷി എന്നെ തന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കണ്. എന്താന്നല്ലോ അതിന് സൊല്യൂഷൻ പറയോ? ഇന്നലെ പറഞ്ഞിരുന്നു എന്നോട് ഒരാളോട് സഹായം ചോദിച്ചു. എനിക്കെല്ലാം മനസ്സിലായി.
എന്താണ് സ്വാമി ഇതിനൊരു സൊല്യൂഷൻ? അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നീ അനാമികയെ അറിയണം. അതാരാ അനാമിക? അതാണ് നീ ഇന്നലെ കണ്ട ആച്ചി. പണ്ട് ഭീമാർഷിപ്പിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതാണ് അനാമിക. അവളൊരു അനാഥയായിരുന്നു. അവൾക്ക് കൂട്ടിന് ആരുമില്ലായിരുന്നു. അവൾക്ക് ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതവളുടെ അച്ഛനായിരുന്നു. അവളുടെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയി. ഇപ്പോൾ അവൾ ഒറ്റക്കാണ്. ദേശത്തിൽ അവൾ ഒരു ജനലിൽ കല്ലെറിഞ്ഞു. അതിനു പുറമെ അവളെ എന്നേക്കുമായി ഗ്രാമത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞു. ആ ദേശത്തിൽ അവൾ രാത്രിയാകുന്നതുവരെ കാത്തിരുന്നു. രാത്രിയായതിനു ശേഷം അവളെ പുറത്താക്കാൻ ശ്രമിച്ച ആ വീട്ടിലോട്ട് കയറിപ്പറ്റാൻ വിചാരിച്ചു. അവൾ അവിടെ എത്തിയതിനു ശേഷം അവിടെ പമ്മി പോവുകയും പുറത്താരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അകത്തേക്ക് കയറുകയാണ് ഉണ്ടായത്. അകത്ത് കയറിയ ശേഷം അകത്തും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ മേലെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് മേലോട്ട് പോകുന്നു അവരെ എല്ലാവരെയും കൊല്ലാൻ. അവൾ അവിടെയുള്ള എല്ലാവരെയും കൊന്നു. എന്നിട്ട് അവൾ പുറത്തിറങ്ങി. അതിനുശേഷം എന്താ സ്വാമിജി അവിടെ നടന്നത്? ഒരു നാട്ടുകാരെല്ലാവരും കൂടി അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്താ? അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? അവരെ കൊല്ലാൻ ശ്രമിച്ച ഭീമാഷ് കത്തിക്കണം.